നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ നോക്കുന്നത്. അതുപോലെ തന്നെ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഹാപ്പി ആണോ എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നു അതനുസരിച്ചായിരിക്കും ഇതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത്. അതുപോലെ എപ്പോഴും പറയുന്ന പോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും ഞാൻ ഇടുന്ന ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ മറ്റൊരാളുടെ മൈൻഡ് റീഡിങ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ടാറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ ഓരോ കാര്യങ്ങളെയും ക്ലിയർ ചെയ്യേണ്ടതാണെങ്കിൽ ക്ലിയർ ചെയ്യാനും, അതുപോലെ കറൻറ്റ്ലി നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതും, കൂടാതെ തന്നെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസുമായിട്ട് തന്നെ നിങ്ങൾ ടാറോ റീഡിങ്സുകളെ കാണുക. അതനുസരിച്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ടേക്ക് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറൻറ്റ് സിറ്റുവേഷൻസും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തി ഹാപ്പി ആണോ എന്നുള്ള എനർജിയാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. തീർച്ചയായിട്ടും ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. മാത്രവുമല്ല ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഇച്ചിരി ഈഗോ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ആ ഒരു സ്നേഹത്തിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈഗോ കൂടി നിൽക്കുന്നത്. അതായത് ഒരു തുറന്നു പറച്ചിലിനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു കോൺഫ്ലിക്റ്റുകൾ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുന്നതോ ആയ ഒരു സിറ്റുവേഷൻസും കാണുന്നില്ല. കുറച്ച് എനർജികളിലേക്ക് നോക്കുമ്പോൾ ഫാമിലി എനർജി, അതായത് പേരൻറ്റിങ് എനർജിയൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ചില സിറ്റുവേഷൻസിൽ ഒരു ഫെമിനിയൻ എനർജി അല്ലെങ്കിൽ മസ്കുലൻ എനർജിയുടെ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറച്ച് കൺഫ്യൂസ്ഡ് എനർജിയാണ്. അതായത് ഇപ്പം ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്ന, അതായത് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചില വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നുണ്ട്, പല കാര്യങ്ങളും വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവർക്ക് പെട്ടെന്നായിട്ട് കണക്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് നോക്കുമ്പം അവർക്ക് ഡിലേ എനർജി വരുന്നുണ്ട്. പിന്നെ മാത്രവുമല്ല നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന അത്രത്തോളം ഒരു പോസിറ്റീവ് ആകുന്ന ഒരു എനർജി അല്ല തേർഡ് പാർട്ടിയിൽ നിന്നും ഇപ്പം നിങ്ങളുടെ പേഴ്സണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വെല്ലുവിളികളെ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ ഓവർ കൺട്രോളിങ് എനർജി തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സണ് നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം അവർക്കൊരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. അവിടെ ഈഗോ എനർജി, അതായത് ഒരു വാശി, അതായത് ഇച്ചിരി കൂടുതൽ വാശിയായ ഒരു എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്ക് കാണുന്നത്. പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഒരു പ്രോബ്ലംസ് വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഓൾഡ് വുമൻ്റെ എനർജി അല്ലെങ്കിൽ ഒരു വിഡോ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സണേക്കാളും ഏജ്ഡ് ആയ ഒരു വ്യക്തിയുടെ പ്രസൻസ് ആവാം ഫെമിനിയൻ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതേസമയം ആ ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം ഓവർ കൺട്രോളിംഗ് ആണ് അവിടെ വരുന്നത്. അതല്ലാതെ ഇമോഷൻസിനല്ല പ്രാധാന്യം. കൺട്രോളിംഗ് എനർജി, ജഡ്ജ്മെൻറ്റിങ്,
അതായത് ന്യായം നടപ്പിലാക്കുന്ന പോലുള്ള ചില കാര്യങ്ങൾ, സ്വാതന്ത്ര്യത്തിനൊരു കടിഞ്ഞാൺ ഇട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ്. എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തി ഒരു എലോൺ എനർജിയിലാണ്. അതായത് അവരാഗ്രഹിച്ച ഒരു ലോകമല്ല, അല്ലെങ്കിൽ അവരാഗ്രഹിച്ച രീതിയിലുള്ളൊരു സിറ്റുവേഷൻസ് അല്ല തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്കിപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു നിരാശ നിങ്ങളുടെ പേഴ്സണെ വളരെയധികം കണക്റ്റഡ് ആകുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം തേർഡ് പാർട്ടീനെയും വിട്ട് കളയാൻ പറ്റുന്നൊരു എനർജി അല്ല, എന്നാൽ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പുറത്തേക്ക് ഇറങ്ങി പോരാനും പറ്റുന്ന സിറ്റുവേഷൻസ് അല്ല. ഇത് രണ്ടും കൂടി അവരെ സംബന്ധിച്ച് അവരുടെ ചിന്തകൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എനർജിയാണ് കാണുന്നത്. കൂടാതെ തന്നെ ഒരു ഈഗോ എനർജിയുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് എന്തൊക്കെയോ ഒരു മനസ്സുകൊണ്ട്, പുറമേ പറയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ടൊരു പെയിൻ എനർജി അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും അവർ കുറച്ച് ഡിപ്രഷൻ എനർജിയിലും അല്ലെങ്കിൽ മാനസികപരമാകുന്ന പിരിമുറുക്കങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ, അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു റിലീഫ് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതിന് അവർ കണ്ടുവച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിനെ അവർക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഈഗോ എനർജിയിൽ, അല്ലെങ്കിൽ ഒരു പരുക്കൻ എനർജിയിലേക്ക്, പരുക്കൻ ക്യാരക്ടർ എനർജിയിലേക്ക് മാറി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവർ ചിന്തിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവാണോ, ആ ഒരു സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ പേഴ്സണിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം കൺഫ്യൂഷനാണ് തേർഡ് സിറ്റുവേഷൻസിലേക്ക് പൂർണ്ണമായിട്ടും കടന്നു പോകാൻ. കാരണം അവരെ ചിന്തിച്ച് അവർക്ക് മറ്റൊരു സാഹചര്യം പ്രഷ്യസ് ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷൻസിനെ അവർ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ തേർഡ് സിറ്റുവേഷൻസിൽ ഒന്നിലധികം കാര്യങ്ങൾ കണക്റ്റഡ് ആണ് ഈ ഒരു പേഴ്സണ് കേട്ടോ. സാമ്പത്തികപരമായിട്ടുള്ളതും കരിയർ എനർജിയെ ബേസ് ചെയ്തും അതുപോലെ ഇമോഷണൽ പരമായിട്ടൊക്കെ ഒന്നിലധികം കാര്യങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഇവർക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അവരിച്ചിരി ഈഗോ, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി തീർക്കണമെന്ന്, അല്ലെങ്കിൽ അവരൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറണമെന്ന് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. ഒരു ഡിപ്രഷൻ എനർജിയിൽ നിന്നൊക്കെ അവർക്കൊന്ന് പുറത്ത് കടക്കണം, ഒരു മെൻ്റൽ സ്ട്രെങ്ത് വേണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നെഗറ്റീവ് ആകുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഒരു റിലീഫ്, അതായത് അവർക്ക് അതിനൊരു ആശ്വാസം കണ്ടെത്താൻ കൂടി നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോഴും രണ്ട് സാഹചര്യങ്ങളുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലംസ് തേർഡ് പാർട്ടി ഓവർ കൺട്രോൾ ആണെങ്കിൽ തന്നെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കേണ്ടതാകുന്ന എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടി കറക്റ്റായ സമയത്ത് ഇവരിലേക്ക് നൽകപ്പെടുന്നത് കൊണ്ട് കുറച്ച് ഡിലേ ആയാലും ഗുഡ് ന്യൂസ്, അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും ലഭിക്കുന്നത് കൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു കൺഫ്യൂഷനാണ്. രണ്ട് സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്, വേണോ വേണ്ടയോ എന്നുള്ളത്. അതായത് ഒരു കൺട്രോളിങ് വിൽ പവർ എനർജിയിലേക്ക് വരുന്നു എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആക്കി കളയുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. കാരണം തേർഡ് പാർട്ടി അവരെ വളരെ അധികം സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടതാകുന്ന കാര്യങ്ങൾ കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിലും തേർഡ് പാർട്ടിയിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളത് അവരെ വളരെയധികം സ്റ്റക്കാക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും അവർ സക്സസ് പ്രതീക്ഷിച്ച, അവർ ചിന്തിച്ച അത്രയും വലിയ പോസിറ്റിവിറ്റി തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ടോട്ടലി നോക്കുമ്പം ഒരു കാർമിക് സിറ്റുവേഷൻസ് ആണ്, നിരാശയുടെ ഒരു ഭാവമാണ് കാണുന്നത്, അല്ലെങ്കിൽ ബന്ധന അവസ്ഥയാണ് കാണുന്നത്, പവർ ലോസ് ആണ് സംഭവിക്കുന്നത്. ഇത് ഫെമിനിയൻ മസ്കുലൻ എനർജി കണക്റ്റഡ് ആണ് എങ്കിൽ കണക്റ്റഡ് ആകുന്നത് തീർച്ചയായിട്ടും ഫിസിക്കൽ അഡിക്ഷനൊക്കെയാണ് ഒരു പ്രാധാന്യം കാണുന്നത്. കൂടാതെ തന്നെ ഒരു ഇരയാക്കപ്പെടുന്ന, അതായത് നിങ്ങളുടെ വ്യക്തിയെ തീർച്ചയായിട്ടും ഇരയാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ്, അതല്ലെങ്കിൽ വെറും ഒരു ഔട്ട്സൈഡ് ഫോഴ്സ് എനർജി, മറ്റു ഭൗതികമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്ത്, അതായത് ഫിസിക്കലി കാണുന്ന ഒരു ലുക്കിനെയൊക്കെ ബേസ് ചെയ്ത് മാത്രമുള്ള ഒരു റിലേഷൻ്റെ എനർജി ആയിട്ട് നമുക്ക് തേർഡ് പാർട്ടിയെ കാണാൻ പറ്റും. അത് അവർ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പേഴ്സണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയിൽ സംഭവിച്ചത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് മുന്നും പിന്നും നോക്കാതുള്ള എടുത്തുചാട്ടം,
അതായത് ഒന്നും ചിന്തിക്കാതെ തേർഡ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുമാത്രവുമല്ല, അവരുടെ മെച്യൂരിറ്റി, അതായത് അവരുടെ പ്രായം ചിന്തിക്കാതെ, ചില എനർജികളിലൊക്കെ 40 എബോവ് ആയ പേഴ്സൻ്റെ എനർജികൾ കാണുന്നുണ്ട്. അവരുടെ ആ ഒരു ഏജ് ചിന്തിക്കാതെയുള്ള ചില എടുത്തു ചാട്ടങ്ങളാണ് അവരെ അത്രയും വലിയ അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതായിട്ട് കാണുന്നത്. അവർക്ക് വളരെയധികം ഒരു ഒരു ലക്കി ചാൻസ് പോലെ, ഒരു അബണ്ടൻസ് പോലെ ഫീൽ ചെയ്തു തേർഡ് പാർട്ടീനെ എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നല്ല രീതിയിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇമോഷണൽ ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പാസ്റ്റിലേക്കാണ് അത് കടന്നു പോകുന്നത്. നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെയും തേർഡ് പാർട്ടിയും തമ്മിൽ അവർ ജഡ്ജ് ചെയ്തപ്പം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് തേർഡ് പാർട്ടിയെ തന്നെയാണ്. കാരണം നിങ്ങളെക്കാൾ കുറച്ചും കൂടി അവർക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്തതും ഭൗതികമാകുന്ന മറ്റ് സാഹചര്യങ്ങൾ നോക്കിയപ്പോഴും തേർഡ് പാർട്ടിയിലാണ് കണക്റ്റഡ് ആവാൻ സാധിച്ചതും. അങ്ങനെ നിങ്ങളെക്കാൾ ഒരു പിടി മുന്നിൽ എന്നുള്ള ഒരു തോന്നലോട് കൂടിയാണ് ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില എനർജികളും മദർ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. അതും ഈ ഒരു റിലേഷൻ്റെ ഭാഗമായിട്ട് നിൽപ്പുണ്ട്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ ശരിക്കും അട്രാക്റ്റ് ചെയ്തെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ കൈകൾക്കുള്ളിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനേജിങ് പവറിനുള്ളിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ പോയതെന്ന് തന്നെ പറയാം. ഇമോഷണൽ തോന്നിയ ഒരു അട്രാക്ഷൻ ആവാം. അതല്ല എങ്കിൽ നമുക്കൊരു മദർ എനർജിയുടെ പ്രസൻസിൽ നോക്കുമ്പം മദറിനോട് കൂടുതൽ കണക്ഷൻ, അതായത് മദറിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഒരു ഓൾഡ് എനർജിയും അതുപോലെ ഒരു ഓൾഡ് വുമൻ്റെ എനർജിയും ഒരു വിഡോ എനർജിയും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. എനർജി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണേക്കാൾ ഇച്ചിരി കൂടി പ്രായമുള്ള ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കൂടുതലായിട്ട് ഇതിനകത്തുള്ള എനർജി കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു ചീറ്റിംഗ് എനർജി അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഇമോഷണൽ, അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻസിൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ റീയൂണിയൻ സംഭവിച്ചപ്പോൾ അവർ ഒരുമിച്ച സമയം തൊട്ട് തീർച്ചയായിട്ടും ശക്തമാകുന്ന ഒരു ചീറ്റിംഗ്, അതായത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തി വശംവദമായി, നിങ്ങളുടെ വ്യക്തി ഇനി തേർഡ് പാർട്ടിയിൽ നിന്നും തിരിഞ്ഞു പോകാൻ പറ്റാത്ത വിധം ഒരു ട്രാപ്പ്ഡ് എനർജിയിലാക്കി കഴിഞ്ഞപ്പോൾ തൊട്ട് ചീറ്റിംഗ് എനർജിയുടെ പ്രസൻസ് കണ്ടു തുടങ്ങി. ചില സമയങ്ങളിൽ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചോ തേർഡ് പാർട്ടിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോഴോ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു എലോൺ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കണക്ട് ചെയ്തപ്പോഴും ഒറ്റപ്പെടൽ നേരിടേണ്ടി വന്നു. ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങളും ഹോൾഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, അതായത് ചില ആഗ്രഹങ്ങളെല്ലാം ത്യജിച്ച് കളയേണ്ടി വരുന്ന അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരുപാട് സമയങ്ങളിൽ നിങ്ങളുടെ വ്യക്തി ഒറ്റപ്പെടലിലൂടെയാണ് കടന്നു പോകുന്നത്. തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഒന്നും നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും. കാരണം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ഇതിനകത്ത് കൂടുതലായിട്ട് കൺട്രോളിങ് എനർജിയാണ് വന്നത്. പിന്നെ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ അധീനതയിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിൽക്കേണ്ടി വന്നിരിക്കുന്നത് ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ അതൊരു വിധിയാണ് കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും ഒരു ഫൂളിഷ്നെസ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും ഒരു വിധിയുടെ എനർജി ആയിട്ടും കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അതായത് യാതൊരുവിധ ഇമോഷൻസും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പ്രസൻസ് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയിൽ കണക്റ്റഡ് ആയി വന്നിരിക്കുന്നത്. പോസിറ്റീവാണ് എന്ന് തോന്നിയെങ്കിലും അതിന് നേരെ ഓപ്പോസിറ്റ് ആവുന്ന എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് ലഭിച്ചത്. അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തി ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം വളരെയധികം സന്തോഷം പ്രതീക്ഷിച്ച്, സമാധാനവും ഐക്യവും എല്ലാം പ്രതീക്ഷിച്ച് കടന്നു ചെന്നിട്ട് അവിടുന്ന് ഇമോഷണലി ഫെയിലിയർ സംഭവിച്ചു, അതായത് മൂവ് ഓൺ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷൻസിനെ തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ആ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം
ഒരു എലോൺ എനർജിയിലേക്കായി പോയി നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫ് എന്നാണ് പറയുന്നത്. കാരണം അവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോ അതല്ലെങ്കിൽ ഫോക്കസിങ് എനർജിയോ ഒന്നും അവിടെ ഇല്ല. യാതൊരു രീതിയിലും ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു റീയൂണിയന് ശേഷം നിങ്ങളുടെ വ്യക്തിക്കും തേർഡ് പാർട്ടിക്കും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. കുറച്ചൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ വിധിയാണ്. പാസ്റ്റ് ലൈഫിലെയോ മുൻകാലങ്ങളിലോ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങളുടെ പേഴ്സൺ നേരിട്ടുകൊണ്ടിരിക്കുന്ന നെഗറ്റിവിറ്റിയും ആ ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ, അതായത് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ശരിക്കും നിരാശപ്പെടുകയും കുറ്റബോധം കൊള്ളുകയും ചെയ്യേണ്ട ഒരു എനർജി തന്നെയാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു ഹാപ്പി ഫാമിലി സൃഷ്ടിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചു, അതിനുവേണ്ടി ഫോക്കസ് ചെയ്തു, ആക്ഷൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇമോഷണലി സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. തേർഡ് പാർട്ടിയിലേക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം ഹാപ്പി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും ഹാപ്പി അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ശക്തമാകുന്ന നിരാശയിൽ പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം അവരൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് ചിന്തിച്ചു എങ്കിൽ അതിൻ്റെ ഒരംശം പോലും ഇല്ലാതെ തിരിച്ചിറങ്ങിപ്പോരേണ്ടി വരുന്ന, അതല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് നേരിടേണ്ടി വരുന്നത്. കൂടാതെ തന്നെ ഒരു ട്രാജഡി എനർജിയാണ്, ഒരു ദുരന്തം. നമ്മൾ പറഞ്ഞില്ലേ, ഒരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ് ഇതിൽ കണക്റ്റഡായി നിൽക്കുന്നത്. വിധിയാണ് നിങ്ങളുടെ പേഴ്സൺ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, വിധിയാണ്. അവർ എത്രത്തോളം ഫോക്കസ് ചെയ്താലും അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഹാർട്ട് ബ്രോക്കൺ എനർജി തന്നെയാണ്, ചീറ്റിംഗ് തന്നെയാണ് കേട്ടോ. ഒരിക്കലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയില്ല. മാത്രവുമല്ല അതിലവർക്ക് ഒരു സന്തോഷവും കണ്ടെത്തുവാൻ സാധിക്കുകയുമില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലുണ്ട്. അതായത് ഏത് എനർജി ആയിക്കോട്ടെ, ഇനി ഒരു മദർ എനർജി ആയിക്കോട്ടെ, ഫാമിലി പരമാകുന്ന ബന്ധമായിക്കോട്ടെ, മറ്റൊരു പേഴ്സൻ്റെ എനർജി ആയിക്കോട്ടെ, തേർഡ് പാർട്ടി എന്ന എനർജി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയിൽ ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ഉള്ള എനർജി തന്നെയാണ്. എലോൺ എനർജിയിലേക്ക് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി എങ്ങനെ ഇറങ്ങിപ്പോയോ അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകും, അല്ലെങ്കിൽ ഒരു പുതിയ നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് എനർജി തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമെന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് നൽകാതെ, നിങ്ങളല്ല പോസിറ്റീവെന്ന് ചിന്തിച്ച് നിങ്ങളിൽ നിന്നും മാറിപ്പോയ ഈ ഒരു പേഴ്സൺ നിങ്ങൾ തന്നെയാണ് പോസിറ്റീവ് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള എനർജിയാണ് നമുക്ക് അവസാനം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം അവരെ സംബന്ധിച്ച് ഹാർട്ട് ബ്രോക്കൺ എനർജിയും വളരെ ശക്തമാകുന്ന ചീറ്റിങ്ങും അതുപോലെ വിയോഗം, ഒരുപാട് നഷ്ടങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തലത്തിലും ഉയരാൻ പറ്റാത്ത വിധം ലോസ് എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഇമോഷണലി ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ ഹീൽ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫലവത്താകുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അത് കുറച്ച് ടൈം എടുക്കും, ആക്ഷൻ എടുക്കപ്പെടും. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ സാധ്യമാകും, പക്ഷേ സമയമെടുക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മാത്രവുമല്ല അവർ പാസ്റ്റിലേക്ക് പിറകോട്ട് തിരിഞ്ഞ് നടക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുമാണ്. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള എന്ത് കാര്യവും ഈ ഒരു പേഴ്സണെ നേടിയെടുക്കണമെങ്കിലെന്നാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.